ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൈൻമാസ്റ്ററിൽ കാർട്ടൂൺ വീഡിയോസ് എങ്ങനെ അനിമേറ്റ് ചെയ്യാം, എങ്ങനെ കാർട്ടൂൺ ചെയ്യാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ചിഹ്നമൊക്കെ കാണുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനെ മെയിൻ മെനു എന്നാണ് പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഒരു റെക്റ്റാങ്കിളായിട്ടും സ്ക്രീൻ എങ്ങനെ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആസ്പെക്ട് റേഷ്യോ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഞാൻ 16:9 ആണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ സ്ക്രീൻ വന്ന്, അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ പ്രോജക്റ്റ് ചെയ്തു തുടങ്ങുന്നത്. ഞാനിപ്പം ആദ്യമായിട്ട് ഒരു കാർട്ടൂണാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് നമുക്കൊരു ഫ്രെയിം ആഡ് ചെയ്യണം. ഇവിടെ ഒരു ഫ്രെയിം ആഡ് ചെയ്യണം. ആ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിന് മുകളിലായിട്ട് പിക്ചേഴ്സ് വരച്ച് ആഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുവേണ്ടി മീഡിയ എടുക്കുക. മീഡിയ എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഫ്രെയിമാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ബാക്ക്ഗ്രൗണ്ടാണ് എടുക്കുന്നത്. പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നുള്ളവർക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് പോവാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണ്. ഈ ബക്കറ്റ് കാണുന്ന പെയിൻറ്റ് ബക്കറ്റ് കാണുന്ന അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് കളറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ ഈ കളർ സെലക്ട് ചെയ്യുന്നു. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആഡായി കഴിഞ്ഞു. ഞാൻ കുറച്ച് ലെങ്തി ആയിട്ട് വയ്ക്കുകയാണ്. നമ്മൾ 2 വിരൽ കൊണ്ടും സൂം ഇന്നും ചെയ്യാൻ കഴിയുന്നതാണ്. കുറച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ അത് സൂം ഇന്നും ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ലെങ്തി ആയിട്ട് പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രെയിം ആയി കഴിഞ്ഞു. ഈ ഫ്രെയിമിനകത്താണ് നമ്മൾ ഒരു അനിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിക്ചേഴ്സ് വരയ്ക്കുന്നത്. അപ്പം നല്ല മനോഹരമായിട്ടൊക്കെ പിക്ചർ വരയ്ക്കാൻ കഴിയുന്നവർക്ക് അതനുസരിച്ച് വരയ്ക്കാവുന്നതാണ്. പിക്ചേഴ്സ് വരയ്ക്കാൻ വേണ്ടി ഞാൻ ലെയറിൽ പോവുകയാണ്. ലെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതിനകത്ത് ഏറ്റവും താഴെയായിട്ട് ഒരു ബ്രഷ് ഒക്കെ കാണുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഹാൻഡ് റൈറ്റിംഗ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ വീണ്ടും വേറൊരു ഫ്രെയിം അഡീഷണലായിട്ട് ആഡായിട്ടുണ്ട്. ഇതാണ് ഇപ്പം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച ഫ്രെയിമാണ്. അപ്പോൾ ആ ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യുക. അത് ഓട്ടോമാറ്റിക് സെലക്ട് ആയിരിക്കും വരുന്നത്. സെലക്ഷൻ മാറുകയാണെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മളൊരു പെന്നാണ് കാണുന്നത്. ആ പെന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ലൈൻസും സർക്കിളും റെക്റ്റാങ്കിളും പെന്നും ബ്രഷൊക്കെ കാണാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റെഡ് കളർ കാണുന്നുണ്ടല്ലോ, ഒരു പൊട്ട് കണക്ക്. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏത് കളറാണ് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു ഇറേസറാണ് കാണുന്നത്. ഇതിപ്പോഴത്തെ കാണുന്നത് ഇറേസർ ഫുള്ള് ഡിലീറ്റ് ചെയ്യാവുന്നൊരു ഓപ്ഷനാണിത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഒരു ചെറിയൊരു പൊട്ട് കാണുന്നുണ്ടല്ലോ, അതാണ് ഈ കഴ്സർ. അതായത് നമ്മളൊരു പോയിൻ്റ്, നമ്മൾ ഒരു പേന എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പോയിൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വലിയ പോയിൻ്റ് മുതൽ ചെറിയ പോയിൻ്റ് വരെ ഉണ്ട്. അപ്പോൾ ഏത് പോയിൻ്റ് വെച്ചാണ് നമുക്ക് വരയ്ക്കാനുള്ളത് അത് സെലക്ട് ചെയ്യുക. ഞാൻ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബ്രഷ് എടുക്കുകയാണ്. ഞാൻ പെന്നെടുത്തു. വേണമെങ്കിൽ റെക്റ്റാങ്കിളൊക്കെ എടുത്ത് വരയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ വരച്ച് ചെയ്യാവുന്നതാണ്. പെന്നെടുക്കുകയാണ്. പെന്നെടുത്തിട്ട് കളർ ചേഞ്ച് ചെയ്യണം. കളർ ബ്ലാക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വരയ്ക്കുക. ഒരു കാർട്ടൂൺ പിക്ചർ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അനിമേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് പറന്ന് വരണം എന്നുള്ളത് നമ്മൾ ഒരു ഊഹം നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വിമാനം പറന്ന് ഇവിടം വരെ വരുന്നു. അതിനുശേഷം കുറച്ചും കൂടെ ഉയരത്തിലോട്ട് പറന്നു പോകുന്നു. അല്ലെ കുറച്ച് താഴ്ന്നു വന്നിട്ട് പിന്നെ ഉയരത്തിലോട്ട് പറന്നു പോകുന്ന രീതിയിലാണ് ഞാനിപ്പോൾ അനിമേറ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം
ഫസ്റ്റ് പൊസിഷൻ നമ്മളിവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മുടെ ഇപ്പോൾ ഈ പിക്ചർ വരച്ചേക്കുന്ന ആ ഫ്രെയിം തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കുറച്ച് മൂവ് ചെയ്യുക. എവിടെയാണോ എവിടെ വരെ വേണോ അതുവരെ കൊടുക്കുക. ഞാനിപ്പോൾ ഇതുവരെ കൊടുത്തു. ഇപ്പം വരെ കൊടുത്തിട്ട് കീ എടുക്കുന്നു. കീ ഫ്രെയിമിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ മുകളിലായിട്ട് ഇവിടെ വരുന്നതാണ്. അപ്പോൾ അതും കൂടെ സെലക്ട് ചെയ്ത് കണ്ടുപോകുക. അപ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് പതുക്കെ പറഞ്ഞ് താഴോട്ട് വരുന്നതായിട്ട് ഏകദേശം സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അതുവരെ വന്നപ്പോൾ ഒരു കീ കൊടുത്ത് ഓട്ടോമാറ്റിക് തന്നെ ഈ കീ വരും. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ മൂവ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നു. കുറച്ചും കൂടെ അത് മാറി വരുന്നു. കീ കൊടുക്കുക, കുറച്ചും കൂടെ ഇതിലിട്ട് കുറക്കുന്നു. ഇത്രയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അതുവരെ അത് പ്ലേ ആയി കണ്ടു. ഓക്കെ, സെൻറ്ററായിട്ട് വരുന്നു. മൂവ് ചെയ്ത് സെൻറ്റർ പിടിക്കുന്നു. ഫ്രെയിമിൻ്റെ എൻഡിൽ വരുന്നു. കീ എടുക്കുന്നു. അത് ഉയർന്ന് ഇത്രയും വരുന്നു. ഓക്കെ, ഫാസ്റ്റായിട്ട് വരണമെങ്കിൽ കീ ഫ്രെയിം അടുത്തടുത്തായിട്ട് കൊടുത്താൽ ഫാസ്റ്റായിട്ട് വരും. എത്രത്തോളം ദൂരം നമ്മൾ കീ ഫ്രെയിം സ്ലോ ആയിട്ട് വരുന്നതായിട്ട് കൊടുക്കുന്നു അതനുസരിച്ച് വരും. ഇത്രയും വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ഒരു പിക്ചറും കൂടെ വരയ്ക്കാൻ പോവുകയാണ്. എത്ര പിക്ചർ വരയ്ക്കുന്നോ അതനുസരിച്ച് ഓരോന്നും ലെയറായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ലെയർ എടുക്കുക, ഹാൻഡ് റൈറ്റിംഗ് എടുക്കുക, പിക്ചർ വരയ്ക്കുക, അതല്ലെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്യുക. അതാണ് മെത്തേഡ്. വിമാനത്തിൻ്റെ ഫ്രെയിം നമ്മൾ വരച്ചതുപോലെ വരയ്ക്കുന്നു. അതേപോലെ ഇത് ചെറുതാക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അനിമേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ വരച്ചിരിക്കുന്ന ബോട്ട് നമ്മൾ അനിമേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം സെൻറ്റർ തന്നെ വന്നിരിക്കുന്നത്. സെൻറ്റർ വന്നിരിക്കുമ്പോൾ നമ്മൾ അതേപോലെ സെൻറ്റർ കൊടുക്കുക. സെൻറ്ററായിട്ട് വരിക. ഇത്രയും വരണം. അപ്പോൾ നമ്മൾ കീ എടുക്കുക, സെൻറ്ററായിട്ട് കൊടുക്കുക. ഒരേ സമയം രണ്ടെണ്ണം വരുന്നതാണ്. അപ്പം ഇനി ഇതിൽ നിന്ന് ഞാനൊരു മിസൈൽ തൊടുത്തുവിടാൻ വേണം. നമ്മൾ ഈ കപ്പലിൽ നിന്ന് ഒരു മിസൈൽ വിമാനത്തിലോട്ട് വിടുന്നു. വിമാനത്തിൽ നിന്നൊരു മിസൈൽ ഇങ്ങോട്ട് ഇടുന്നു. അതാണ് ഉദ്ദേശിച്ച് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഐഡിയ ഉണ്ടോ അതൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത ഫ്രെയിം വീണ്ടും കൊടുക്കുക. വരയ്ക്കുമ്പോഴെല്ലാം ഓരോരോ ഫ്രെയിം വരയ്ക്കുക. സെപ്പറേറ്റ് വരച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് വയ്ക്കുക. ഇതാണ് അനിമേറ്റ് ചെയ്യുന്നത്. സെയിം എടുക്കുക, കീ ഫ്രെയിം ഓൺ ആക്കുക, മൂവ് ചെയ്യുക, മൂവ് ചെയ്ത് താഴോട്ട് പിടിക്കുക.
നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. രണ്ടും പരസ്പരം അറ്റാക്ക് ചെയ്തു. ഇനി അത് തകരുന്നതായിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഫസ്റ്റ് വിമാനത്തിൻ്റെയാണ് തകർന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ നമ്മൾ എടുക്കണം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക വിമാനത്തിൻ്റെ. അത് നമ്മൾ ആദ്യത്തെ ആ വിമാനത്തിൻ്റെ എൻഡിലായിട്ട് കൊണ്ടുപോവുക. ആദ്യമേ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കീ ഫ്രെയിം എല്ലാം ഒഴിവാക്കുക, മൈനസ് ചെയ്ത് വിടുക. സെയിം കപ്പലിൻ്റെ അതേപോലെ തന്നെയാണ്. റിമൂവ് ചെയ്ത് ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ഇടുക. അതിനുശേഷം അനിമേറ്റ് ചെയ്തിരിക്കുന്ന കീ എല്ലാം റിമൂവ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ വരയ്ക്കുക. നമ്മളെ വിമാനം ലാസ്റ്റ് എവിടെയാണോ ആ പൊസിഷനിൽ കൊണ്ടുവരിക. ഈ പൊസിഷനിലാണ് വരുന്നത്. നമ്മളതിനെ പിടിച്ച് ആ പൊസിഷനിൽ കൊണ്ടുവരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിലാണ് തകരുന്ന സീനൊക്കെ ചെയ്യുന്നത്. വിമാനം അതിലാണ് നമ്മൾ മാറ്റി വരയ്ക്കുന്നത്. അതിനുശേഷം ഈ പിക്ചേഴ്സിനെ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ടൊരു ഒരു പെൻ അല്ലെങ്കിൽ ബ്രഷ് ഇവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. നമുക്ക് ഏത് പിക്ചറാണോ എഡിറ്റ് ചെയ്യാനുള്ളത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ടോപ്പിലായിട്ട് കാണുന്ന ബ്രഷിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഭാഗങ്ങൾ റിമൂവ് ചെയ്ത് കളയുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു ലെയർ എടുത്തിട്ട് വീണ്ടും ഒരു ഫ്രെയിം കൂടെ ആഡ് ചെയ്യുന്നു. അതിനകത്ത് ചിത്രം വരയ്ക്കുന്നു. ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കൊടുക്കുന്നു. അത് ഏറ്റവും ചെറുതായിട്ട് വരയ്ക്കുന്നു. ലാസ്റ്റ് ആണ് ആ ഭാഗം. നമ്മൾ വരച്ച കാർട്ടൂണിന് സൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അതിന് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇഷ്ടമുള്ള സൗണ്ടുകൾ ഡൗൺലോഡ് ചെയ്ത് ഷിപ്പിൻ്റെയും വിമാനത്തിൻ്റെയും സൗണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. നമ്മൾ വരച്ച കാർട്ടൂണെല്ലാം അനിമേറ്റും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. വരയ്ക്കാൻ കഴിയാത്തവരെ നിരാശപ്പെടേണ്ട. നമുക്ക് PNG എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, PNG. അത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ അനിമേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു ഔട്ട് എടുക്കണം. ഔട്ട് എടുക്കാൻ വേണ്ടി ഈ സൈഡിലായിട്ട് എക്സ്പോർട്ട് ഷെയർ എന്നും പറഞ്ഞൊരു മെനു ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് ഏത് റെസൊല്യൂഷനാണ് ആവശ്യം അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ ഔട്ട്പുട്ടാണിത്. നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞത് ഒരു സീനാണ്. ഇത് കണക്ക് ഒരുപാട് സീനുകൾ ചേർത്ത് നമുക്കൊരു വലിയ കാർട്ടൂൺ പരമ്പര തന്നെ നിർമ്മിക്കാവുന്നതാണ്. ഒരുപാട് ടൈം ഇതൊക്കെ വരയ്ക്കാനൊക്കെ എടുക്കും. അതുകൊണ്ടാണ്
ഒരുപാട് കളർഫുള്ളായിട്ട് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്ത് വെക്കുക.